ഹായ് എവരിവൺ, എല്ലാ സഞ്ചാരപ്രിയർക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഡ്യൂറോ നദി യൂറോപ്പിലെ പ്രധാന നദികളിൽ ഒന്നാണ്. ഇത് സ്പെയിൻ, പോർട്ടുഗൽ എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഏകദേശം 897 കിലോമീറ്റർ നീളമുള്ള ഈ നദിയുടെ ഉത്ഭവം സ്പെയിനിലെ കാൻറ്റാബ്രിയൻ പർവ്വതങ്ങളിൽ നിന്നാണ്. പോർട്ടുഗലിലെ പോർട്ടോയിൽ വച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലയിച്ച് ഈ നദി അവസാനിക്കുന്നു. കൃഷിയിലും വൈദ്യുതോൽപാദനത്തിലും വലിയ പ്രാധാന്യമാണ് ഡ്യൂറോ നദിക്കുള്ളത്. പോർട്ടോ ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങൾ ഈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഡ്യൂറോ നദിയുടെ തീരങ്ങളിൽ അവിശ്വസനീയമായ പ്രകൃതി സൗന്ദര്യം കാണാം. പ്രത്യേകിച്ച് പോർട്ടോയിലെ വൈൻ താഴ്വര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നദി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുന്ന അഴിമുഖ പ്രദേശം ഫോസ ദോ ഡ്യൂറോ എന്നറിയപ്പെടുന്നു. അഴിമുഖ പ്രദേശം പ്രകൃതി മനോഹരവും സഞ്ചാരികൾക്ക് പ്രിയങ്കരവുമായ പ്രദേശമാണ്. നദിയും സമുദ്രവും കൂടിച്ചേരുന്ന ദൃശ്യങ്ങൾ കാണാൻ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഈ മേഖല തുറമുഖം, ബീച്ചുകൾ, ലൈറ്റ് ഹൗസുകൾ, പിയേഴ്സ് എന്നിവയ്ക്ക് വളരെ പ്രസിദ്ധമാണ്. ഡ്യൂറോ നദിയുടെ അഴിമുഖ പ്രദേശം വ്യാപാരത്തിനും വാണിജ്യത്തിനും വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് പോർട്ടോ നഗരത്തിലെ വൈൻ കയറ്റുമതിക്കും മറ്റു വാണിജ്യ പ്രവർത്തനങ്ങൾക്കും. കൂടാതെ ഈ പ്രദേശം ടൂറിസത്തിനും വളരെ മികച്ചതാണ്. നദിയുടെ ഓരത്തിലൂടെ നീളുന്ന പാത സമുദ്രത്തിൽ ചെന്നാണ് നിൽക്കുന്നത്. ഇതിലൂടെയുള്ള നടത്തം മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുള്ള ഒരു നടത്തമായി കണക്കാക്കപ്പെടുന്നു. ഡ്യൂറോ നദിയുടെ അഴിമുഖത്ത് റോബർട്ട് ഫെർണാണ്ടസ് ബോക്സ് പോലുള്ള പുരാതന ലൈറ്റ് ഹൗസും കൂടാതെ പോർട്ടുഗലിൻ്റെ സമുദ്ര പരമ്പര ഗതാഗത ചരിത്രം കാണിക്കുന്ന നിരവധി സ്മാരകങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. Thank you.
റിബൈറ എന്ന പൂർവ്വകാല വാണിജ്യ കേന്ദ്രവും വിലാനോവ ദി ഗയയിലെ വൈൻ സെല്ലറുകളും ഈ മേഖലയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇന്നും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഫോസോ ദോ ഡ്യൂറോ തീരത്തെ ഉല്ലാസ നടത്തവഴികൾ സഞ്ചാരികൾക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പ്രചോദനമാകുന്നു. അഴിമുഖത്തിന് സമീപം പ്രയാ ഡ ലൊലേസ് പോലുള്ള മനോഹരമായ ബീച്ചുകൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഈ പ്രദേശം വിനോദസഞ്ചാരികളുമായി ബന്ധപ്പെട്ട വിവിധ പരമ്പരാഗത ഉത്സവങ്ങൾക്കും പ്രാദേശിക മേളകൾക്കും പ്രശസ്തമാണ്. ചുരുക്കി പറഞ്ഞാൽ ഡ്യൂറോ നദിയുടെ അഴിമുഖം പ്രകൃതി സൗന്ദര്യവും മനുഷ്യനിർമ്മിത സങ്കേതങ്ങളും സമന്വയിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. കടലും നദിയും ചേരുന്ന ഇവിടം പോർട്ടുഗലിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനൊപ്പം സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥയും പോർട്ടുഗലിന് നേടിക്കൊടുക്കുന്നു. ഡ്യൂറോ നദിയിലൂടെയുള്ള ബോട്ട് യാത്രയുടെ മനോഹര കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.